പാകിസ്ഥാനിലെ ഭൂപ്രദേശത്ത് പാകിസ്ഥാൻ തന്നെ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഖൈബർ പഖ്തൂൺ മേഖലയിലാണ് ഈ ആക്രമണം ഉണ്ടായത്. ഇന്ന് പുലർച്ചെയാണ് ഈ രീതിയിൽ ബോംബാക്രമണങ്ങൾ ഉണ്ടായത്. പാകിസ്ഥാൻ തന്നെ പാകിസ്ഥാന്റെ മണ്ണിൽ എന്തിന് ആക്രമണം നടത്തി? ഏതാണ്ട് 40 മരണം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. അത് സാധാരണക്കാരാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു എന്ന വാർത്ത കൂടി വരികയാണ്. അപ്പോൾ സ്വന്തം മണ്ണിൽ ആക്രമണം നടത്തി പാകിസ്ഥാൻ എന്തിനാണ് സാധാരണക്കാരായ മനുഷ്യരെ കൊന്നൊടുക്കിയത് എന്ന ചോദ്യം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാന്റെ ഈ മേഖല എന്ന് പറയുന്നത് അഫ്ഗാനുമായി അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. അവിടുത്തെ ഭീകരരുടെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം എന്നതാണ് ഉയർന്നു വരുന്ന റിപ്പോർട്ട്. ഈ ആക്രമണം പാകിസ്ഥാൻ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അവിടുത്തെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് പാകിസ്ഥാന്റെ വ്യോമാക്രമണം ഉണ്ടായത്. 6 ബോംബുകൾ വർഷിച്ചു എന്നതാണ് വരുന്ന വിവരം. ഈ ആളുകളെ അവിടുത്തെ ഭീകര പ്രവർത്തകർ അല്ലെങ്കിൽ ഭീകരവാദികൾ ാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഷീൽഡായി ഉപയോഗിക്കുകയായിരുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുന്നു. പക്ഷേ മരിച്ചവരെല്ലാം സാധാരണക്കാർ എന്നതാണ് പുറത്തു വരുന്ന വിവരം. അപ്പോൾ ഈ മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങളായി ഭീകരാക്രമണം തുടർക്കഥയായിരുന്നു. ഏതാണ്ട് 605 ഭീകരാക്രമണങ്ങൾ ഈ മേഖലയിൽ മാത്രം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അതിൽ പാകിസ്ഥാന് വലിയ രീതിയിൽ സേനാപരമായ നാശനഷ്ടങ്ങൾ കൂടി സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങൾ കൂടി വരുന്നു. 79ഓളം സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇവിടെ എന്നതാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭീഷണി ഉയർത്തി വന്നിരുന്ന സ്ഥലമാണ് ഈ പഖ്തൂൺ മേഖല. അവിടെ തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ ഒളിത്താവളങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ ആക്രമണം നടത്തിയിരിക്കുന്നത്. അങ്ങനെ നിരന്തരം ഭീഷണിയായിരുന്ന ഭീകരാക്രമണം നടന്നുകൊണ്ടിരുന്ന മേഖല ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ നടന്നതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ ഈ വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്കറിയാം, ഒരുപാട് കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞിട്ടുണ്ട്. അതിനിടയിലൊക്കെ മനുഷ്യർ പെട്ടുപോയിട്ടുണ്ട്. ആ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ മാറ്റി അവരെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ 40 എന്ന് നമ്മൾ ഇപ്പോൾ അറിയുന്ന ഈ മരണസംഖ്യ ഉയരും എന്നാണ് കരുതുന്നത്. അപ്പോൾ 6 ബോംബുകൾ വർഷിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. പാകിസ്ഥാന്റെ യുദ്ധവിമാനങ്ങൾ 6 ബോംബുകൾ വർഷിക്കുകയായിരുന്നു എന്നതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 6 ബോംബുകൾ വർഷിച്ചു. യുദ്ധവിമാനങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരുന്നത്. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ആക്രമണം എന്നതാണ് പുറത്തുവരുന്ന വിവരം. നിരവധി പേർക്ക് ഈ ആക്രമണങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയും പറയപ്പെടുന്നു. കാരണം ഈ അവശിഷ്ടങ്ങൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ അവശിഷ്ടങ്ങൾക്കിടയിലൊക്കെ മനുഷ്യർ കുടുങ്ങിക്കിടപ്പുണ്ട്. വലിയ ജനവാസ മേഖലയാണ് അത്. സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നവരാണ് ഈ ആക്രമണത്തിൽ ഇരയായിരിക്കുന്നത് എന്നതാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. മൃതദേഹം കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടന്നു വരികയാണ്. അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രവിശ്യയാണ് ഇത്. ഈ വർഷം മാത്രമാണ് അവിടെ 605 ഭീകരാക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 79 പാകിസ്ഥാൻ പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വിവരം. അതുകൊണ്ട് തന്നെ വളരെ ആസൂത്രിതമായി നടന്ന പ്രത്യാക്രമണം ആണ്. പാകിസ്ഥാൻ മണ്ണിൽ തന്നെ പാകിസ്ഥാന് ഭീകരർക്കെതിരെ പോരാടേണ്ടി വരുന്ന സാഹചര്യമാണ് ഈ ചിത്രങ്ങൾ നമുക്ക് മുന്നിൽ വിവരിക്കുന്നത്. 2014 വരെ കൂടുതൽ താഴ്വരകൾ TTP കൈവശം വെച്ചിരുന്നു. താലിബാൻ എന്ന് പറയുന്ന ഭീകര സംഘടന ഈ താഴ്വര ഏതാണ്ട് കൈവശം വെച്ചിരിക്കുകയായിരുന്നു 2014 വരെ പൂർണ്ണമായി എന്ന് പറയാം. അതിനുശേഷം പക്ഷേ സൈനിക നടപടികളിലൂടെ അവിടെ അല്പം സ്ഥലങ്ങളൊക്കെ തിരിച്ചുപിടിക്കാൻ പാകിസ്ഥാനെ സംബന്ധിച്ചായി. അവിടുത്തെ നിയന്ത്രണം കുറച്ചൊക്കെ തിരിച്ചുപിടിക്കാനായി. പക്ഷേ കാബൂളിൽ 2021 അഫ്ഗാൻ താലിബാൻ അധികാരത്തിലെത്തിയത് മുതൽ TTPയും അവരുടെ ശൃംഖല അവിടെ ആ താഴ്വരയിൽ വ്യാപിപ്പിച്ചു വരികയായിരുന്നു. ആക്രമണങ്ങൾ അങ്ങനെ തുടർക്കഥയായി. പാകിസ്ഥാൻ ഇതിനെതിരെ പലതവണ രംഗത്ത് വന്നതാണ്. പക്ഷേ ഈ ആരോപണങ്ങളൊക്കെ അഫ്ഗാൻ താലിബാൻ നിഷേധിക്കുന്നതാണ് നമ്മൾ കണ്ടത്. എന്തായാലും TTPയുടെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാനിനുള്ളിൽ തന്നെ വലിയ വിമർശനങ്ങൾ ഈ ആക്രമണത്തിനെതിരെ ഉയരുകയാണ്. ഇമ്രാൻഖാന്റെ PTI
വലിയ ആരോപണങ്ങളുമായി രംഗത്ത് വരുന്നത് നമുക്ക് കാണാം. അത് 25 കുഞ്ഞുങ്ങളെയാണ് കൊന്നു തള്ളിയിരിക്കുന്നത്. എന്തിൻ്റെ പേരിലായാലും ഈ ആക്രമണങ്ങൾ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും എന്നതാണ് PTI ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അപ്പോൾ പാകിസ്ഥാൻ ഭീകരർക്കെതിരെ നടത്തുന്ന പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ടാണ് പക്തൂൺ മേഖലയിൽ ഈ ആക്രമണം നടത്തിയതെങ്കിൽ പോലും സിവിലിയൻസ് അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്ന സാഹചര്യം. പാകിസ്ഥാനിലെ മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഇതിനെതിരെ രംഗത്തു വരുന്ന സാഹചര്യമുണ്ടായി. വലിയ നടുക്കം രേഖപ്പെടുത്തി ഈ ആക്രമണത്തിൽ. മാത്രവുമല്ല, ഇതിൽ കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശം കൂടി മനുഷ്യാവകാശ കമ്മീഷൻ പാകിസ്ഥാൻ സർക്കാരിന് നൽകിയിരിക്കുകയാണ്. പക്ഷേ ഔദ്യോഗികമായ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ അത് ഇന്ത്യയുടെ മണ്ണിൽ കടന്ന് ഇന്ത്യയുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ 26 മനുഷ്യരെ തോക്കിൻ മുനയിൽ നിർത്തിയ, അല്ലെങ്കിൽ തോക്കുകൊണ്ട് അവരുടെ ജീവൻ ഇല്ലാണ്ടാക്കിയ ഭീകരാക്രമണത്തിനുള്ള ഇന്ത്യയുടെ മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ആ ഓപ്പറേഷൻ സിന്ദൂർ ഭീകരാക്രമണത്തിനെതിരായ മറുപടിയായി ഇന്ത്യ നൽകുമ്പോൾ പോലും പാകിസ്ഥാനിലെ സാധാരണക്കാരായ മനുഷ്യരെ ലക്ഷ്യമിടാതായിരുന്നു ഇന്ത്യ ആ ഓപ്പറേഷൻ നടത്തിയത്. ഭീകര കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ്, ബലാക്കോട്ടിലെ അതുൾപ്പെടെ ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ നടത്തുന്നത്. അത് നടത്തിയ സമയം, എന്തുകൊണ്ടാണ് ആ സമയം തെരഞ്ഞെടുത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇന്ത്യയുടെ സൈനിക മേധാവിമാർ പറഞ്ഞ കാര്യം, പുലർച്ചെ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ പ്രാർത്ഥനയ്ക്കായും മറ്റുമൊക്കെ ഉണരുന്ന സാധാരണക്കാരായ മനുഷ്യർ ഒരു പക്ഷേ അതിൽ പെട്ടുപോകും. അതുകൊണ്ടാണ് ആ അർദ്ധരാത്രി എന്ന സമയം ആ ആക്രമണത്തിന് തെരഞ്ഞെടുത്തത് എന്നതാണ് ഉന്നത തലങ്ങളിലെ സൈനിക ഉദ്യോഗസ്ഥർ അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മറുപടി നൽകിയത്. ഓപ്പറേഷന് ശേഷം ഇന്ത്യ കാണിച്ച ആ കരുതൽ പോലും സ്വന്തം മനുഷ്യരുടെ മുന്നിൽ പാകിസ്ഥാൻ കാണിച്ചില്ല എന്നത് വേണം പക്തൂൺ മേഖലയിലെ ഇന്നത്തെ അവരുടെ സൈനിക ഓപ്പറേഷൻ നമ്മൾ ലോകത്തോട് വിളിച്ചു പറയുന്നത്. സാധാരണക്കാരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെയാണ് തീവ്രവാദികളെ അമർച്ച ചെയ്യാൻ പറഞ്ഞുകൊണ്ടുള്ള ഈ ആക്രമണം പാകിസ്ഥാന്റെ തന്നെ മണ്ണിൽ പാക് വ്യോമസേന നടത്തിയിരിക്കുന്നത്. 40ഓളം പേർ ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നതിന്റെ വിവരങ്ങൾ വരുന്നു. അതിൽ മരിച്ചതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു. 25ഓളം കുട്ടികൾ മരിച്ചു എന്ന വിവരമാണ് വരുന്നത്. ആഭ്യന്തരമായി തന്നെ പാകിസ്ഥാനിൽ ഇതിനെതിരെ ചോദ്യങ്ങൾ ഉയരുകയാണ്. അപ്പോൾ സ്വന്തം മനുഷ്യരെ എന്തിനു കുരുതി കൊടുത്തു എന്ന് മറുപടി പറയേണ്ടി വരും പാക് സർക്കാർ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.